നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ മൂൺ കാർഡാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളില്ലാത്തതിന്റെ ഒരു പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു വേദന അല്ലെങ്കിൽ ഒരു മിസ്സിങ് എനർജി അവരിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അവര് എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് എത്രമാത്രം പെയിൻഫുൾ ആണെന്നുള്ളത് അവർ ശരിക്കും റിയലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ടു ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്, കൺഫ്യൂഷൻ ആണ് കാണിക്കുന്നത്. ടു ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്, കൺഫ്യൂഷൻ ആണ് കാണിക്കുന്നത്. അവര് റിലേഷന്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ കൺഫ്യൂസ്ഡ് ആണ്. കുറച്ച് ഇമോഷണലി തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് ചെറിയ കാര്യങ്ങൾക്ക് വരെ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയും അതിന്റെ പുറത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഭയങ്കരമായിട്ട് ഒരു കൺഫ്യൂഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ചിലർ നിങ്ങളോട് ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളോട് ചിലപ്പം അവർ സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെ പ്രവൃത്തിയിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പല കാര്യങ്ങളും അവർ നിങ്ങളോട് റിയാക്ട് ചെയ്യുന്ന രീതിയും കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു കാര്യത്തിലൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെന്നുള്ളത്. ദ മജീഷ്യൻ കാർഡാണ്. ഇവിടെ ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളിലോട്ട് തിരികെ വരാതെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആളുടെ ഒരു എനർജി വെച്ച് എന്തെങ്കിലും ടെക്നിക്കൽ ടെലിപ്പതി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങളെ അങ്ങോട്ട്, അതായത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഫൂൾ കാർഡാണ്. ഇവിടെ ഈ റിലേഷനിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ റിലേഷനിൽ മുന്നോട്ട് വരാൻ അല്ലെങ്കിൽ ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. ഇത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്നാലും ഞാൻ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ദ സ്റ്റാർ കാർഡാണ്. ഇവിടെ ആൾക്ക് ഈ റിലേഷനിൽ ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം വരും എന്നുള്ള ഒരു ചിന്തയുണ്ട്. മാത്രമല്ല അവർക്കൊരു ഭയങ്കര ഒരു ഓവർ തിങ്കിങ് ഉള്ള ഒരാളായിട്ട് കാണുന്നുണ്ട്. അതിന്റെ റീസൺ ചിലപ്പോൾ അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ആളുകളിൽ നിന്ന് അവർ അങ്ങനെയുള്ള, അതായത് അവരത്രയും വിശ്വസിച്ചിട്ട് അവർ ചീറ്റ് ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതിൽ നിന്നൊക്കെ അവര് ഒരു ഇൻസ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷനിൽ നിന്ന്, ആ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ടിട്ട് ഇപ്പം മുന്നോട്ടൊരു റിലേഷൻ വരുമ്പോഴും അവർക്ക് ആ ഒരു ട്രോമയുണ്ട്. അതായത് ഇനി വരുന്ന റിലേഷനിലും ഇങ്ങനെ തന്നെ ആയിരിക്കോ, പ്രശ്നങ്ങളായിരിക്കോ, ഈ പേഴ്സണെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിലൊരു അലട്ടൽ അവർക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നയൻ ഓഫ് സോഴ്സ് എനർജി അത് തന്നെയാണ്. ഇവിടെ അത്രയും കൺഫ്യൂസ്ഡ് ആണ് അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ്, ഒരു സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, റിലേഷനോട്ട് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഈ റിലേഷൻ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ അവരെ ഇതിൽ നിന്നും മാറ്റി നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളായിട്ട് ഇനി അങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചേസ് ചെയ്ത് ആളുടെ അടുത്തോട്ട് വരട്ടെ എന്നുള്ളൊരു ചിന്തയുണ്ട് ആൾക്ക്. അപ്പോൾ ഇവിടെ ആൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അവരത്രയും കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അവരുടെ ട്രോമ, അവരുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ്, ഇതെല്ലാം അവരെ ഇങ്ങനെ സ്റ്റെക്കാക്കി നിർത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫോർ ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ച് കാണാനും സംസാരിച്ച് ആളുടെ ഒരു വിഷമവും പെയിനും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും
അങ്ങനെ ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാനും ആൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത് ഉടനെ ഉണ്ടാവുന്ന ഒരു എനർജി കാണിക്കുന്നില്ല, സമയമെടുക്കും. കാരണം ആളിപ്പോൾ മാനസികമായിട്ട് സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ആളുടെ മൈൻഡ് സെറ്റിൽ കുറച്ച് ചേഞ്ച് വന്നാൽ മാത്രമേ ഒരു ആക്ഷനിലോട്ട് ഇത് പോവുള്ളൂ. പക്ഷെ ഇത് പെട്ടെന്നൊരു ആക്ഷൻ അല്ല, ഇതിലൊരു ചേഞ്ച് എന്തായാലും വരും എന്നുള്ളതാണ്. ഒരു റീയൂണിയൻ എന്തായാലും ഉണ്ടാവും. ഒരു നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ച് കാണാൻ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചോ നിങ്ങൾക്ക് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിരിക്കാം. അതായത് നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുക, എന്നിട്ട് രണ്ടുപേരും സംസാരിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഓക്കെ ആവുക, ആ രീതിയിലോട്ട്. അതായത് യൂണിവേഴ്സിന്റെ ഒരു നിങ്ങൾ തമ്മിൽ ഒരു കണക്റ്റഡ് ആവാനുള്ള ഒരു സന്ദർഭം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഇല്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ ആണെന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ തൽക്കാലത്തേക്ക് മാത്രമുള്ള ഒരു സെപ്പറേഷൻ ആയിട്ടാണ്. ഈ ഒരു ഇല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഈ റിലേഷൻ വിട്ടുപോകാൻ പറ്റാത്തൊരു മൈൻഡ് സെറ്റിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇല്യൂഷൻ ആണെന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷന് ഒരു റീസൺ കൂടി ഉണ്ടായിരിക്കാം. ചിലർക്ക് ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടുകൂടി ആയിരിക്കും അവർ ഇത്രയും കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് കേട്ടോ. ലേണിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അവർ ശരിക്കും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അവർക്ക് ഈ റിലേഷൻ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് ഇതുവരെ അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു കണക്ഷൻ ആവരുത് ഇത് എന്നുള്ള ഒരു നിർബന്ധം അവർക്കുണ്ട്. ഇതെങ്കിലും ജെന്യുവൻ ആവണം, ഇതെങ്കിലും നല്ല രീതിയിൽ പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അവർ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർ അവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ക്ലൂസ് എന്തിനാ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്ലൂസ് എടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് എത്രമാത്രം കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1989 ഫെബ്രുവരി 0 ലെറ്റർ W 1995 1990 മാർച്ച് നവംബർ മകം ചിത്തിര 2001 ലെറ്റർ E ഒക്ടോബർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.